പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്നിട്ടുള്ള ക്രൂരമായ പീഡനമാണ് ഇപ്പോൾ മീഡിയകൾ വലിയ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു വാർത്ത മാത്രമാണ് അവർക്ക്. പക്ഷേ ആരാണ് അത്തരത്തിൽ ക്രൂരകൃത്യം ചെയ്തത് എന്ന് ആലോചിക്കുമ്പോഴാണ് അതിന്റെ തീവ്രത വർദ്ധിക്കുന്നത്. ആരാണ്? നമ്മൾ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ പരിചരിക്കുന്ന, സ്നേഹത്തോടെ നമ്മളെ ചേർത്ത് വെക്കുന്ന, പുഞ്ചിരിയായിട്ടുള്ള മുഖത്തോടുകൂടി നമുക്ക് മരുന്നുകൾ എടുത്ത് തരുന്ന, നമ്മൾ ഇഞ്ചക്ഷൻ തരുന്ന, നമ്മളെ തടവി തരുന്ന, ചേർത്ത് നിർത്തുന്ന, ആശ്വസിപ്പിക്കുന്ന മാലാഖമാർ, നഴ്സുമാർ, അങ്ങനെ മാലാഖമാരാകാൻ പഠിക്കുന്നവർ നഴ്സുമാരാണ് ഇങ്ങനെ ഈ ക്രൂരകൃത്യം ചെയ്തതെന്ന് പറയുമ്പോൾ ആ ക്രൂരകൃത്യം പറയാൻ തന്നെ കഴിയില്ല. അത്രത്തോളം പീഡനമാണെന്നുള്ളത്. ജൂനിയർ വിദ്യാർത്ഥികളെ പിടിക്കുന്നു, അവരെ വസ്ത്രമെല്ലാം അഴിച്ചു മാറ്റി കട്ടിലിൽ മലർത്തി കിടത്തി കൈയും കാലും കെട്ടുന്നു. കാര്യം നിലവിളി മാത്രമേ പാടുള്ളൂ. കൈകാൽ ഇളക്കി ഒന്ന് ഇളകി കരയാൻ പോലും കഴിയാത്ത വിധം അവര് തല മുതൽ കാൽവിരൽ വരെ കോമ്പസ് കൊണ്ടും ഡിവൈഡർ കൊണ്ടും കുത്തി മുറിവേൽപ്പിക്കുന്നു. ആ മുറിവുകളിൽ നിന്ന് ചോര പുറത്തേക്ക് ഒഴുകുമ്പോൾ അത് കണ്ട് രസിക്കുന്നു. രസിച്ചിട്ട് അതിലേക്ക് ലോഷൻ തടവിയിട്ട് ആനന്ദിക്കുന്നു. പിന്നെ ഡമ്പൽ എന്ന് പറയുമ്പോൾ നമ്മള് വ്യായാമത്തിന് ഉപയോഗിക്കുന്ന ഡമ്പൽ, അത് അവരുടെ രഹസ്യഭാഗത്ത് വെച്ച് വെയിറ്റ് കൂട്ടി 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 വരും. നിലവിളി കൂടുമ്പോൾ, അത്രത്തോളം നിലവിളിച്ച് വേദനിച്ച് നിലവിളിക്കുമ്പോൾ വായിൽ ലോഷൻ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് അത് കണ്ട് അറുമാദിക്കും. ആ ലോഷൻ ഒഴിക്കുമ്പോൾ ഒരൊറ്റ ബീപ്പ് മേപ്പെട്ടെടുത്താൽ മതി, ആള് തീരും. അപ്പോ മരിച്ചാലും വേണ്ടില്ല, തങ്ങൾക്ക് ആനന്ദിക്കണം എന്നുള്ള ഒരുതരം മാനസിക ഭ്രാന്തുള്ള വികലതയുള്ള ഒരു വിഭാഗമാണ് ഈ റാഗിങ്ങിന് ചെയ്ത വിദ്യാർത്ഥികൾ എന്ന് വിളിക്കുന്ന ചെകുത്താന്മാർ എന്ന് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ആലോചിക്കുന്നത് ആ പ്രിൻസിപ്പളിന്റെ സംസാരമാണ്. പ്രിൻസിപ്പൾ പറയുന്നത് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ട് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല, ഞങ്ങളോട് കുട്ടികളാരും പറഞ്ഞിരുന്നില്ല എന്നാണ്. അത് കള്ളമാണ്. അവിടെ പഠിച്ചിട്ടുള്ള മുഴുവൻ കുട്ടികളും ഇത്തരത്തിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികളെല്ലാം ഇത്തരത്തിൽ പീഡനം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പീഡിപ്പിച്ച വിദ്യാർത്ഥികളുണ്ടല്ലോ, അവർ ഒന്നാം വർഷ വിദ്യാർത്ഥികളായിരുന്നപ്പോൾ അവരുടെ സീനിയേഴ്സ് അവരെ പീഡിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ് അവരിതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പരമ്പരാഗതമായി അവിടെ പീഡനം നടക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. ഒരു അമ്മായിയമ്മ വലിയ ക്രൂരയാണെന്നുണ്ടെങ്കിൽ ആ അമ്മായിയമ്മ ഒരു മരുമകളായിരുന്ന സമയത്ത് അവരുടെ അമ്മായിയമ്മ എത്ര കണ്ട് പീഡിപ്പിച്ചിട്ടുണ്ടോ അതിന് ഡബിൾ ആയിരിക്കും അവരുടെ മരുമകളെ അവർ പീഡിപ്പിക്കുക. നമ്മൾ പല കേസുകൾ നോക്കിയാൽ അങ്ങനെ വളരെ റയറായിട്ട് മാത്രമേ ഉള്ളൂ അല്ലാത്ത കേസ്. അതൊക്കെ അമ്മായിയമ്മ മരുമോളാണ്, സർവ്വസാധാരണമാണെന്ന് നമുക്കിവിടെ പറയാം. പക്ഷെ ഇവരതാണോ? ഇവർ മാലാഖമാരല്ലേ? നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ ഏറ്റവും അധികം ചേർത്ത് നിർത്തുന്ന മാലാഖ കുട്ടികൾ ആശുപത്രിയിലെ ഈ മാലാഖമാരാ. വെളുത്ത ഡ്രസ് ഇട്ടവരാ, ചിലപ്പോൾ മറ്റിളം കളറിട്ടതായിരിക്കാം, യൂണിഫോം ഇട്ടവരായിരിക്കാം. പക്ഷെ അവരത്രത്തോളം നമ്മൾ ഇഷ്ടപ്പെടുന്നവരാ. ഒരു പ്രസവത്തിന് ലേബർ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ കടുവകളായിട്ട് പലരും അനുഭവപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ജന്തുക്കളായിരിക്കും അവിടെ ചെന്ന് അവർ ഡിഗ്രിയും സർട്ടിഫിക്കറ്റും ഒക്കെ നേടി അവിടെ ചെന്ന് നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അവർക്ക് അത്തരത്തിൽ നേരിടേണ്ടി വരുന്നത്. ശരിക്കും മാലാഖമാരാവണ്ടേ ഈ ചെറുപ്പക്കാർ? ഇത്ര ക്രൂരന്മാരായ ചെകുത്താന്മാരുടെ പ്രതീകമായിട്ട് നിൽക്കുന്ന ഈ ചെറുപ്പക്കാർ ഇവരുടെ പഠനം പൂർത്തിയാക്കി നാളെ മറ്റ് ആശുപത്രികളിൽ നഴ്സുമാരായി ചാർജ് എടുത്താലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ എന്നുള്ളത്? വല്ലവർക്കും വല്ല രക്ഷയുണ്ടാവുമോ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാന്ത്വനം അവർക്ക് ലഭിക്കണോ? ഒരു രോഗി ഇപ്പോ ICUയിൽ നമ്മളൊരു രോഗിയെ കൊണ്ടിടുന്നു. ഏത് ആശുപത്രി ചെന്നാലും ICUയിലാക്കി കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡർക്ക് യാതൊരു വിലയില്ലല്ലോ. പൈസ കൊടുക്കാൻ ബൈസ്റ്റാൻഡർ വേണം, അതുപോലെ മറ്റെല്ലാ കാര്യത്തിനും ബൈസ്റ്റാൻഡർ വേണം. പക്ഷെ ഈ ബൈസ്റ്റാൻഡറെ കണ്ടുകൂടാ കണ്ണെടുത്താൽ. അതാണല്ലോ ആശുപത്രിയിലെ ഒരവസ്ഥ. പകരം ആ അവസ്ഥ തരണം ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഈ നഴ്സുമാരെ. അവരൊന്നർക്ക് വെള്ളം കൊടുക്കുമെന്നോ, ഒരു ആശ്വാസവാക്ക് പറയുന്നോ, ആ കാലൊന്ന് തിരുമ്മി കൊടുക്കുമെന്നോ, കൈ പിടിച്ച് ഒന്ന് കുടഞ്ഞു കൊടുക്കുമെന്നോ, അല്ലെങ്കിൽ നെറ്റി ഒന്ന് തടവി കൊടുക്കുമെന്നോ വല്ല ഉറപ്പുണ്ടോ? ഇതുപോലുള്ള ജന്തുക്കളെയല്ലേ നമ്മൾ അവിടെ നിയമിക്കുന്നത്? വല്ല ഐഡിയ ഉണ്ടോ? അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ്, അതിക്രൂരമായി പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. അത് എന്നിട്ട് മൊബൈൽ ഫോണിൽ ആള് പേരുകളൊന്ന് പറഞ്ഞുതരാം, അതുകൂടെ ഒന്ന് പറഞ്ഞു പോകണമല്ലോ, അല്ലെങ്കിൽ മോശമാണ്. ഒന്നാം വർഷ GNM വിദ്യാർത്ഥികൾ നേരിട്ട ക്രൂര പീഡനങ്ങൾ. അത് ചെയ്തത് മൂന്നിലവ് വാളകം കീരിപ്ലാക്കൽ സാമുവല് 20 വയസ്സ്. പിന്നെ വയനാട് പുൽപ്പള്ളി ഞാവലത്ത് ജീവ 19 വയസ്സ്. മീശ മുളയ്ക്കുന്ന പ്രായം ആയിട്ടില്ല. മലപ്പുറം മഞ്ചേരി പയ്യനാട് കച്ചേരിപ്പടി റിജിൽ ജിത്ത് 20 വയസ്സ്. പിന്നെ മലപ്പുറം വണ്ടൂർ കരുമാരപ്പറ്റ രാഹുൽ രാജ് 22 വയസ്സ്. പിന്നെ കോരത്തോട് മടുക്കാ ഭാഗത്ത് നെടുങ്ങാട്ട് വിവേക് 21 വയസ്സ്. എല്ലാത്തിനെയും 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് എന്താ കാര്യം? സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സസ്പെൻഷൻ കൊടുത്തു, നല്ലത്.
ഇനിയിപ്പോ പോലീസിന്റെ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളും വരുന്നതനുസരിച്ച് ഡിസ്മിസും ഉണ്ടാവും. വേണം. ഞാൻ പറയുന്നത് ഇത് ഒരു സമഗ്ര അന്വേഷണം വേണം. ഒരു കോളേജിലും ഒരു വിദ്യാലയങ്ങളിലും ഇത് പാടില്ല. റാഗിംഗ് എന്ന് പറയുന്നത് ഒരു ക്രൂരപീഡനം വേണ്ട. ശിക്ഷ വിധിക്കുന്നുണ്ടെങ്കിൽ കോടതി വിധിച്ചോട്ടെ. ഇമാതിരിയുള്ള പണി എടുക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഇവർ മാലാഖമാരായി വരേണ്ട ഈ വിദ്യാർത്ഥികൾ, ഈ അടുത്ത തലമുറയ്ക്ക് ആശ്വാസമായി നിൽക്കേണ്ടവർ, ഇവരാണ് ഇമാതിരിയുള്ള ക്രൂരകൃത്യം ചെയ്യുന്ന പറയുമ്പോൾ കോമ്പസ് കൊണ്ട് കുത്തുന്നത് ആദ്യം ഒരു കുത്ത്, പിന്നെ 2 കുത്ത്, പിന്നെ 3 കുത്ത്, ഇങ്ങനെ ആ ഒരു ഡിസൈനിൽ കുത്തി മുറിവെക്കുക. ഒരു മാനസിക രോഗമല്ലാതെ പിന്നെ എന്താണത്? ഇതിനെ ഒരുതരം ഉന്മാദമെന്നേ പറയാൻ പറ്റുള്ളൂ. ഇതിന് വിദ്യാർത്ഥികളുടെ മാനസിക വികലത എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു ഉന്മാദം, ഭ്രാന്ത്, ഒരു മാനസിക വൈകല്യമാണത്. ആ വൈകല്യത്തെ അതിൻ്റെതായ രീതിയിൽ തന്നെ കണ്ടേ പറ്റുള്ളൂ. മാനസിക രോഗം എന്ന് പറയാൻ പറ്റൂല. നല്ല പെടയുടെ കുറവാണ്, അടിയുടെ കുറവാണ് അവർക്ക്. അതങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാലേ മാറുള്ളൂ. അത് രക്ഷിതാക്കൾ തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. അത് രക്ഷിതാക്കൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാർ കൊടുക്കുന്ന ഒരു അവസ്ഥ വരും. അത് കാരണം ഇവർ ആരായി തീരേണ്ടവരാണെന്ന് ചിന്തിക്കുമ്പോഴാണ് അടിയുടെ ഒരു ദമ്മിന്റെ കാര്യം നമ്മൾ ചിന്തിക്കുന്നത്. ഇത്തരത്തിൽ ക്രൂരമായ കൃത്യങ്ങൾ ചെയ്ത ശേഷം ബ്ലേഡ് കൊണ്ടൊക്കെ വരഞ്ഞ ശേഷം അത് വീഡിയോ എടുക്കണം. ചോര വരുന്നത് വീഡിയോ എടുത്തതിന് ശേഷം ആ ചോര ബ്ലേഡ് കൊണ്ട് വരഞ്ഞ ഭാഗത്ത് കൂടി ചോര പുറത്തേക്ക് ഒഴുകുമ്പോൾ അതിൽ ലോഷൻ പുരട്ടി കൊടുക്കുക. പിന്നെയുണ്ട് വലിയ ക്രൂരകൃത്യങ്ങൾ. ഈ ജൂനിയർ വിദ്യാർത്ഥികളെല്ലാം 800 രൂപ ഓരോ ആഴ്ചയും 800 രൂപ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കണം. എന്നിട്ട് ആ 800 രൂപയ്ക്ക് ഈ സീനിയർ വിദ്യാർത്ഥികൾ മദ്യം വാങ്ങിയ മദ്യം കഴിക്കുമ്പോൾ ഈ ജൂനിയർ വിദ്യാർത്ഥികളെ അടുത്തിരുത്തി നിർബന്ധപൂർവ്വം അവരെ കൊണ്ട് കഴിപ്പിക്കും. അതാണ് നഴ്സിംഗ് പഠനം എന്ന് പറയുന്നത്. അതായത് മാലാഖമാരുടെ പഠനം. ഇവർക്ക് മദ്യപിക്കാനുള്ള പണമെല്ലാം ഈ പാവപ്പെട്ട വീട്ടുകാർ കൊണ്ടുവന്ന് കൊടുക്കണം. എന്നിട്ട് ഈ വീഡിയോ ദൃശ്യങ്ങളെല്ലാം ചിത്രീകരിച്ചിട്ട് അത് വെച്ച് പിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുക. ഇങ്ങനെ മദ്യപിക്കുന്നതും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത് ഈ വീഡിയോ ദൃശ്യങ്ങൾ ഞങ്ങൾ പരസ്യപ്പെടുത്തും, അതുകൊണ്ട് നീ പണം കൊണ്ടുവരണം, അത് വെച്ച് ചൂഷണം ചെയ്യുക. അതായത് കൊള്ളക്കാരന്മാരായി മാറാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആൾക്കാർ പഠിക്കുന്നത്. കൊള്ളക്കാരെ നാണിപ്പിക്കുന്ന വിധത്തിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അത് ക്രൂരന്മാരായി മാറുന്ന പിശാചുക്കൾ. എനിക്ക് ഒരു തോന്നല്, ഈ രക്ഷിതാക്കൾ ഇത്രയും വർഷം ഇവരെ കോളേജിൽ അയച്ച് പഠിപ്പിക്കുന്ന, നഴ്സിംഗ് കോളേജിൽ അയച്ച് പഠിപ്പിക്കുന്ന ഈ രക്ഷിതാക്കൾ ഇതൊന്നും അന്വേഷിക്കുന്നില്ല. തങ്ങളുടെ മക്കൾ അവിടെ എങ്ങനെയാണ് പെരുമാറുന്നത്, തങ്ങളുടെ മക്കൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് ഇടപഴകുന്നതെന്ന് അവരൊന്ന് അന്വേഷിക്കണ്ടേ? അവിടെ ചെന്ന് അവരുടെ ജൂനിയേഴ്സിനോട് ഒന്ന് വിശേഷമൊക്കെ ചോദിക്കണ്ടേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടേ? അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുമ്പോഴല്ലേ തങ്ങളുടെ ആ മക്കളുടെ തനി സ്വരൂപം അവർക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇവിടെ കാലങ്ങളായി ഇവിടെ ജൂനിയേഴ്സ് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അത് പ്രിൻസിപ്പൾ അറിയുന്നില്ല എന്നുണ്ടെങ്കിലും പ്രിൻസിപ്പളിന് ഇതൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വമല്ലേ? കുട്ടികൾ ആരും വന്ന് പറഞ്ഞില്ല എന്നാണ് പറയുന്നത്. കുട്ടികൾ വന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അന്വേഷിച്ചറിയേണ്ട ഉത്തരവാദിത്വം അവിടെ ഇല്ലേ? ഇത്രയും ക്രൂരമായ റാഗിങ്ങും ഇത്രയും ക്രൂരമായ കാര്യങ്ങൾ നടന്നിട്ടും ഒരു പ്രിൻസിപ്പൾ അറിഞ്ഞില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയുണ്ടോ? ഇതൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ? ഒരു എളുപ്പമില്ലാതെ പത്രക്കാരുടെ മുന്നിലൊന്നും ഞങ്ങളൊന്നും അറിഞ്ഞില്ല, അറിയാത്തത് കൊണ്ടാണ്, അറിഞ്ഞെങ്കിൽ നടപടി എടുത്തതെന്ന് പറഞ്ഞല്ലോ. അറിഞ്ഞപ്പോ നടപടി എടുത്തു. ആരറിഞ്ഞപ്പോ? പ്രിൻസിപ്പൾ അറിഞ്ഞപ്പോഴാ? പുറത്തറിഞ്ഞ് പരാതിയായപ്പോ സസ്പെൻഷൻ നടപടി എടുക്കേണ്ടി വന്നു. അതല്ലേ സത്യം? ഇത് മുളയിലെ നുള്ളിയിരുന്നെങ്കിലോ? ഇത്രയധികം ക്രൂരപീഡനം ആൾക്കാർക്ക് സഹിക്കേണ്ടി വരും. ആ കുട്ടികൾ മരിച്ചു പോയിരുന്നെങ്കിലോ? അത്രയ്ക്ക് ക്രൂരപീഡനമല്ലേ അവർ നടത്തിയത്. മറ്റേതെങ്കിലും വിദ്യാഭ്യാസ മേഖലയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ റാഗിങ് എന്ന് ന്യായീകരിച്ചുകൊണ്ട് ശിക്ഷ കൊടുത്ത് പറഞ്ഞുവിടാം. പക്ഷെ ഇവർ നഴ്സുമാരായിട്ട് പഠിക്കാനല്ലേ? ജനറൽ നഴ്സുമാരായാലും BSc നഴ്സിംഗ് ആയാലും MSc നഴ്സിംഗ് ആയാലും അത് പഠിക്കാൻ വന്നവരല്ലേ? അവരല്ലേ ഇത്തരത്തിൽ ചെയ്തത്? അപ്പോ അവരെ മാനസികമായി ഒരുക്കാൻ ഈ കോളേജ് എന്താണ് ചെയ്യുന്നത്? അതുകൂടെ അന്വേഷിക്കണ്ടേ? വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും അതുകൂടി ഒന്ന് ആലോചിക്കണം. ആതുര ശുശ്രൂഷ രംഗത്തേക്ക് വരുന്ന, ജോലിക്ക് കൊടുക്കാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കി കൊണ്ടുവരുന്ന, ജോലി ചെയ്യാൻ വേണ്ടി പ്രാപ്തരാക്കി കൊണ്ടുവരുന്ന ഈ യുവതികൾ, അവരുടെ മാനസിക നില എങ്ങനെയാണ് അവിടെ പരുവപ്പെടുന്നത് എന്ന് അവർ അന്വേഷിക്കുന്നുണ്ടോ? അതൊക്കെ അന്വേഷിക്കണ്ടേ? ഇതൊന്നും അന്വേഷിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കോളേജ്? എന്തിനാണ് ഇവിടെ ഒരു വിദ്യാഭ്യാസ വകുപ്പ്? എന്തിനാണ് ഇവിടെ ഒരു ആരോഗ്യ വകുപ്പ്? Different angles. Don't forget to subscribe and support this channel.